പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് നീ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്കില്ലേ എന്റെ ഞാൻ നിങ്ങൾ ഒന്ന് വിചാരിക്കല്ലേ, നിങ്ങളെ എല്ലാ വീഡിയോ കാണുന്നവരാണ്. നമുക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. ആ രീതിക്ക് ഞാൻ പറയുന്നത് ബ്രോ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാജ്ടോക്ക്, സമ്മർ മീഡിയ, അതിൽ ബ്ലോഗ്സ് എന്നിവർക്കെതിരെയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ 3 പേരും അനിമോളുടെ PR വിനുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് അനിമോളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാഡി ഇല്ലാത്തവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവൻ കുറച്ച് കാര്യങ്ങളും നമ്മുടെ വിനുവിന്റെ ഫ്രണ്ട് ഇവൻ അയച്ചു കൊടുത്ത ഒരു ലിസ്റ്റും പ്രകാരം ഒരു വലിയ ഒരു വിവര പട്ടിക അവൻ പുറത്തു വിടുകയുണ്ടായി. അവൻ ഏത് ആപ്പ് വെച്ചാണ് അത് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. എന്തുകൊണ്ടോ ഒരു ആപ്പ് വെച്ചാണ്, ഏത് ആപ്പിലാണെങ്കിലും അവൻ എഡിറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ പ്രകാരം ഇത്ര രൂപ ഇന്നവർ കൊടുത്തു. രാജ്ടോക്കിന് എത്ര 2 ലക്ഷം രൂപ, പിന്നെ ആർക്കാണ് സമ്മർ മീഡിയക്ക് 5 ലക്ഷം രൂപ, നമ്മുടെ അതിൽ 50,000 രൂപ. അതെന്താണ് അതിൽ 50,000 രൂപ അത്ര ചെറുതാക്കി കളഞ്ഞത്? അതിലൊരു 10 ലക്ഷം രൂപയിലും കൊടുത്താൽ മുതലാകത്തില്ല. അമ്മാതിരി വീഡിയോ ആണ് അവൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവന് ഒരു 50,000 രൂപയ്ക്ക് ഒതുക്കി കളഞ്ഞല്ലേ. അപ്പം ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് അതിൽ വളരെ വൈകാരികമായിട്ടാണ് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിൽ നല്ല പേഴ്സണലായിട്ട് അറിയുന്ന വ്യക്തിയാണ്. അപ്പം അവൻ ഒരിക്കലും ആരുടെയും പൈസ വാങ്ങിച്ചുകൊണ്ട് നക്കാപ്പിച്ച 50,000 രൂപ ചെറിയ പൈസയല്ല. പക്ഷെ അവന് കിട്ടുന്ന ഏണിങ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവൻ ആ 50,000 രൂപ ഒന്നുമല്ല. അവൻ ഒരിക്കലും അതിലും നല്ല ഒരു യൂട്യൂബേഴ്സ് പോലും അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പൈസ വാങ്ങിച്ചുകൊണ്ട് ഒരു കണ്ടസ്റ്റൻസിനെ അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർക്ക് 3 പേർക്കും അത് തോന്നി, അതുകൊണ്ട് അവര് സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇവന് എന്തിന്റെ പേരിലാന്ന് വെച്ചാൽ ഇവന് ഫെയിം കിട്ടണം. ആർക്ക്? നമ്മൾ ഈ പറഞ്ഞ ആൾക്ക് ഫെയിം കിട്ടണം. അപ്പൊ ആ ഫെയിം കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടി പരിപാടി, അത് വളരെ വ്യക്തമാണ്. അപ്പം അവൻ ആദ്യം ഇട്ട ഒരു വീഡിയോയുടെ വോയിസ് ക്ലിപ്പ് ഇവിടെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹായ് എവരിവൺ, ആദ്യം വിനുവിനോട് ഒരു കാര്യം പറയുകയാണ്. മോനെ വിനു, എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. നിന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നത്. അതുകൊണ്ട് ഇത് ഞാൻ 4 ആളിലേക്ക് എത്തിക്കും വിനു. ഇത് ഞാൻ എന്തിനു പബ്ലിഷ് ചെയ്യുന്നു? ഇനി സീസൺ 8 വരാണ്ട് 9 വരാണ്ട് ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, അനുമോൾ വിജയിച്ചത് PR കൊണ്ടെന്ന് അനുമോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. അതിനുശേഷം ഈ പറയുന്ന ബാക്കി 22 കണ്ടസ്റ്റന്റും പുറത്താവാനുള്ള കാരണം ഈ വിനു അല്ലേ? അതുകൊണ്ട് വളരെ നല്ല അറിവാണല്ലോ. അപ്പൊ ആ വിനുവിന്റെ അറിവിന് വേണ്ടിയാണ്. വിനു നിന്റെ ഇടയിലും കട്ടപ്പ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ആ കട്ടപ്പയാണ് ഇവന് ഈ സംഭവം ഇട്ട് കൊടുത്തത്. അപ്പം ആ കട്ടപ്പ ഇവന്റെ തന്തയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇപ്പം അനിമോൾ പുറത്തിറങ്ങി നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് അവള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ അന്ന് തൊട്ട് ഈ നിമിഷം വരെ അവള് എൻഗേജ്ഡ് ആണ്. ഓരോരോ പരിപാടിയിലും എന്താണോ ഉദ്ഘാടന ചടങ്ങുകളിലും അവള് ഫുൾ തിരക്കാണ്. അപ്പൊ അവൾ എവിടെയാണ് ഇറങ്ങി നടക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇൻസ്റ്റയിലും മൊത്തം വരുന്ന ഒന്നല്ലെങ്കിലും വിനുവിന്റെ സ്റ്റോറി നോക്കിയാൽ മതി. അവൾക്ക് ത്രൂ ഔട്ട് പ്രോഗ്രാംസ് ആണ് അത് ഇറങ്ങിയതിന് ശേഷം. അപ്പൊ അവള് പെരക്കകത്ത് കയറി അടച്ചുപൂട്ടി ഇരിക്കുകയല്ല. അപ്പൊ അത് നല്ലൊരു അറിവായിരുന്നു കേട്ടോ. വിനു കൊടുത്ത അനുമോൾ കൊടുത്ത ലിസ്റ്റാണ് മൊത്തത്തിൽ. ഞാൻ ഒന്നായിട്ട് വിശദീകരിച്ച് തരാം. ഹോസ്പിറ്റലിലേക്ക് 38,500 രൂപയാണ് വിനുവിന്റെ ലിസ്റ്റിൽ. എന്താണ് ഹോസ്പിറ്റൽ? എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി ഓട്ട് പിടിച്ചു. ഇപ്പൊ മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് 2-3 പയ്യന്മാരാണ് വെച്ച് പോകുന്നത്. അവരുടെ സാലറി, അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ്. എന്തിന് ഹോസ്പിറ്റലിൽ പോയി മനസ്സിലായല്ലോ. OTP കൊടുത്ത് അവിടെ ആരെങ്കിലും സാധാരണക്കാരിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പറയും ഒരു പ്രാവശ്യം ഫോൺ തരും, ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നു. അതിനുശേഷം പൈസ ഞാൻ വിനു 38,500 എടുത്തത്. പിന്നീട് വരുന്നത് കമന്റിനാണ്. 1,28,000 രൂപ. കമന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോൾ വിനുന്റെയും വിനുവിന്റേതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കമന്റ് ഇടുന്നവർക്ക് മാത്രം. അപ്പോൾ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് ഇടണം. എന്നൊക്കെ പറയാം. അതാണ് വിനുവിന്റെ മാസ്റ്റർ മൈൻഡ്. പൊന്നുപ്രേക്ഷകരെ, മൂന്നാമതായി റീചാർജ്. എത്ര? 15,650 വിനു പറയുന്ന റീചാർജിന്റെ ചെലവ്. അതായത് ഇപ്പോൾ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ, അപ്പോൾ അവരുടെ സിം എന്തെയും ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവും. അപ്പോൾ റീചാർജ് ചെയ്താണ് നമ്മൾ കോട്ട് വിളിച്ചത്. അതിനുശേഷം സമ്മർ മീഡിയക്കാണ് 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. രാജ് കാലത്തിന് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടുത്തത്. കൊടുത്തിട്ടില്ല, അതിനൊക്കെ ഞാൻ വരുന്നുണ്ട്, നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നത് അതിൽ 50,000 രൂപയാണ്. അതിൽ ബോക്സിൽ ചെന്നൈക്ക് 50,000 രൂപയാണ് കൊടുത്തത്. അതിനുശേഷം പൊന്നാര പ്രേക്ഷകരെ, അവന്റെ തന്തയായ വിനുവിന്റെ ഫ്രണ്ട് അയച്ചു കൊടുത്ത ഒരു ലിസ്റ്റ് ആണ് ഇത്. അവന് തന്നെ യുവർ കമ്പനി നെയിം അതിനകത്ത് എന്നാണെങ്കിലും എഡിറ്റ് ചെയ്ത് അവൻ കുറച്ച് ഉണ്ടാക്കി കേട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലില് 38,500 കമന്റ്സ്, 1,28,000. പിന്നെന്തുവാ, റീചാർജ് 15,650, സമ്മർ മീഡിയ 5 ലക്ഷം, രാജ്ടോക്ക് 2 ലക്ഷം, അതുൽ വ്ലോഗ്സ് 50,000, അതേഴ്സ് 2.5 ലക്ഷം. പിന്നെ എന്നാ ഉള്ളത്, ആന്ധ്ര, തമിഴ്, ഹിന്ദി വോട്ട് മറിച്ചതിന് 3 ലക്ഷം, വിനുവിന്റെ സ്റ്റാഫിന് 4 ലക്ഷം. അടിപൊളിയായിട്ടുണ്ട് അവന്റെ വില്ലും കാര്യങ്ങളും ഒക്കെ. ഇതൊന്നും ടാലി ആക്കുന്നില്ലല്ലോടാ കൂട്ടാ, ഇത് ടാലി ആവുന്നില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ പബ്ലിക്കിലായിട്ട് നമ്മൾ അറിഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനുവിന് കൊടുത്തത് 16 ലക്ഷം എന്നുള്ള ഒരു കണക്കാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് കൂട്ടി നോക്കിയാൽ തന്നെ 10-12 ലക്ഷം ആവും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വിനുവിന് എന്നാ കൂട്ടം കിട്ടുവേടാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുമോൾ എത്ര രൂപ കൊടുക്കണം? എന്നാലും നമ്മുടെ രാജ്ടോക്കിന് 2 ലക്ഷം, അതുലിന് 50,000, സമ്മർ മീഡിയക്ക് 5 ലക്ഷം.
അതിനാണ് അതിന് കുറഞ്ഞു പോയത്, അതിനെ നീ കുറച്ചിട്ടത് വളരെ മോശമായി പോയല്ലോ. അപ്പൊ എന്താണെങ്കിലും ഇവന്റെ ഈ ഒരു കുറച്ച വീഡിയോ കാരണം അതില് ഇന്നലെ വളരെ വൈകാരികമായിട്ട്, അതിലാണ് അത്രയും വൈകാരികമായിട്ട് റിയാക്ട് ചെയ്ത് കണ്ടത്. ശരിക്കും അവന്റെ ആ പയ്യന്റെ ഒരു ഇത് കണ്ടപ്പോ നമുക്ക് സീരിയസ് ആയിട്ട് നമുക്ക് നല്ല വിഷമം തോന്നി. അപ്പൊ അവന്റെ ആ രാവിലത്തെ വീഡിയോ ചെറുതായിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് നോക്കാം. ഞാൻ തുടങ്ങിയ വിഷയം അതുകൊണ്ട് അങ്ങനല്ല അതിൽ ബ്രോ എന്തെങ്കിലും തെളിവ് എനിക്ക് ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ എന്തെങ്കിലും തെളിവ്, സ്ക്രീൻഷോട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ലാണ്ട് എന്തോ ഒരു സാധനം വെച്ച് നീ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഈ സാമാനം കിട്ടിയ ഇൻഫർമേഷൻ അത് ഞാൻ ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അടിസ്ഥാനം ഞാൻ പറഞ്ഞത്. നിനക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എത്ര പേരെടുത്ത് വെച്ച് കൊണക്കിന് എത്ര പേരെങ്കിലും പേഴ്സൺ ഞാൻ നിനക്ക് ഞാൻ തുടങ്ങിയ വിഷയല്ലേ, ഞാൻ തുടങ്ങിയ വിഷയം ഞാൻ നാളെ തീർക്കാം. പക്ഷെ അത് എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അറിയേണ്ടത് നിനക്ക് ആരാണ് തന്നത്? തന്നതൊരു ഒരാളാണ്, പക്ഷെ അയാളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയാവൂല. അപ്പം ഒരു 10-15 മിനിറ്റ് ഇവര് തമ്മിലുള്ള സംസാരിക്കുന്ന ഒരു വീഡിയോ അവൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനോടൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരുമായിട്ട് നമുക്ക് നല്ല കണക്ഷൻ കാണും. അപ്പൊ അവരെന്താണ്, ഏതാണ്, എങ്ങനെയുള്ളവരാണ്, ഒരാളുമായിട്ടല്ല, നമുക്ക് പലരുമായിട്ട് നല്ല കണക്ഷനും അങ്ങോട്ടും എന്നാലും ഇവിടുന്ന് ഈ ഒരു ഫീൽഡിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെല്ലാം കാണിക്കുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മള് തമ്മിൽ മിസ്ലീഡിംഗ് ആയിട്ട് ടൈറ്റിൽ ചെയ്തെങ്കിലും നമ്മൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അതിനകത്ത് 100% ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുള്ളൂ. നമുക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറയുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്യാമറയും കിട്ടിയ റൂമിൽ ഇരുന്നിട്ട് നമ്മൾ എന്തും പറയുന്ന വ്യക്തികളല്ല. അപ്പൊ നമുക്ക് ഈ പയ്യനോട് പറയാനുള്ളത്, അതായത് ഇങ്ങനെ ഒരു സംഭവം അടിച്ചിറക്കി ഇവനോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ നീ കാണിച്ചോ, പക്ഷെ അതിനകത്ത് ഒരു എത്തിക്സ് വേണം. നീ എന്ത് വേണേലും ഒക്കെ കാണിച്ചോ, പക്ഷെ അതിനകത്ത് ഒരു എത്തിക്സ് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മളൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സിന്, അപ്പൊ ഞാനൊക്കെ തുടങ്ങിയത് ഇപ്പൊ 2-3-4 മാസമായി. അപ്പൊ ഞാനൊക്കെ ഒരു സബ്സ്ക്രൈബ് തുടങ്ങി ഇവിടം വരെ എത്തുമെന്നൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും ചെറിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എനിക്ക് ചിലപ്പം വല്ലപ്പോഴും വേണം 10,000-2,500 വ്യൂസ് കയറുന്നതിന്. എന്നിട്ട് പോലും എനിക്ക് വരുന്ന റവന്യൂ എത്രമാത്രമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമാണ് അതില് രാസ്റ്റോക്സ്, അത് സമ്മർ മീഡിയക്കൊക്കെ വരുന്ന റവന്യൂ എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറമാണ്. അങ്ങനെ ഇരിക്കുന്ന ഇവര് ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യത്തില്ല. അത് അവരുടെ ക്രെഡിബിലിറ്റിയെ നന്നായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള സത്യം. കാരണം അതിനേക്കാളും കൂടുതൽ പൈസ ഇവർക്ക് റിവ്യൂ ചെയ്ത് തന്നെ കിട്ടും. അപ്പം ഇവന് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇവൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം റീച്ച് ആകാൻ വേണ്ടി ഇതിന് നല്ല വേറെ കുറെ പരിപാടി ഉണ്ട് മോനെ. അത് ഞാനായിട്ട് പറഞ്ഞു തരുന്നില്ല, റിയാക്ഷൻ വീഡിയോക്കാർ കുറെ നിനക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നിനക്ക് റീച്ച് ആകാനുള്ള എളുപ്പ വഴികൾ എന്താണൊക്കെ. അപ്പൊ നീ ആ ഒരു വഴിയിലൂടെ, ആ മെത്തേഡിലൂടെ ഒക്കെ പോവാണെങ്കിൽ നന്നായിട്ട്. ഡാനി ചേട്ടനും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നിനക്ക് റീച്ച് ആകാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന്. അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുക. അപ്പം ആ ഒരു മറുപടിയൊക്കെ തന്നെയാണ് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ ഗൈസ്, എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ നമ്മുടെ ഈ അതിൽ ബ്ലോഗ്സ്, രാസ്റ്റോക്സ്, സമ്മർ മീഡിയ ഇവരുടെയൊക്കെ ഒട്ടുമിക്ക ആൾക്കാരെ നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് അതിനേല്. അപ്പം അവൻ ഒരിക്കലും നമ്മുടെ ഈ വീഡിയോസിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അവൻ ഭയങ്കര പരുക്കനായിട്ട് വന്ന് സംസാരിക്കാതെ ഒരു സബ്ജക്ട് കിട്ടി അവൻ അത്ര കറക്റ്റായിട്ട് നമ്മളോട് എത്തിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവൻ ആക്ച്വലി ഒരു നല്ല ഒരു പയ്യനാണ്. അങ്ങനെ ആരെ ഉപദ്രവിക്കണമെന്നോ ഒന്നും അങ്ങനെ ഒരു വിചാരമേ ഇല്ലാത്ത സത്യസന്ധമായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ഒരിക്കലും അവന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കുക, അത്രയൊക്കെ നമുക്ക് പറയാവുള്ളൂ. അപ്പം എനിക്ക് വളരെയധികം വിഷമമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ന്യൂസ് അറിഞ്ഞ ശേഷം അവന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ അന്ന് ആക്സിഡന്റിൽ അങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പം അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള നിമിഷങ്ങളാണ് ആ ആക്സിഡന്റ്. അപ്പൊ ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അവന് എഴുന്നേറ്റ് ഉയർന്ന് വന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിയോട് അവന്റെ ഇത്ര നാളും ഫ്രണ്ടായിട്ടിരുന്ന ഒരാള് ഏതോ ഒരുത്തൻ എവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് വന്നിട്ട് എടാ നീ ഇത്തരക്കാരനാണല്ലേ എന്ന് ചോദിച്ചപ്പം ശരിക്കും അവൻ തകർന്നു പോയി എന്നൊക്കെ പറയുന്ന കേട്ടപ്പോ നമുക്ക് എന്തോ പോലെ ഭയങ്കര വിഷമം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ പോകുന്നവരൊക്കെ പൊക്കോട്ടെ, ജെന്യുവൻ ആയിട്ടുള്ളവര് നിന്റെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളവരെ വിശ്വസിക്കാന്നൊക്കെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒറ്റൊരുത്തൻ കാരണമാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇവന് ബിഗ് ബോസിലോട്ട് കയറാനാണ് ഇതുമാതിരി പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇതിന് നല്ല അടിപൊളി പരിപാടി ഉണ്ട്, അത് പനന്തു നന്നായിട്ട് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കള് ഇതൊക്കെ ഇവരൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇരുന്ന് നീ കുത്തിരുന്ന് കാണുമെന്നറിയാം. അപ്പൊ നിനക്കുള്ള മറുപടിയൊക്കെ അവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. അപ്പൊ അവര് പറഞ്ഞ മറുപടി തന്നെയൊക്കെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ സ്റ്റുഡന്റ് ബൈ.